ഏവർക്കും PC ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബോധനത്തിൽ നാം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളാണ് പഠനത്തിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ ലഭ്യമായിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ഇൻ്റർവ്യൂകളിലൊക്കെ സാധാരണയായി ചോദിച്ചു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ് ഈ എഡ്യൂക്കേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരുകൾ. വിനോദത്തിലൂടെ അറിവ് പകരുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എഡ്യൂടെയിൻമെൻറ്റ് സോഫ്റ്റ്വെയറുകൾ പ്രധാനപ്പെട്ടവ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടക്സ് പെയിൻറ്റ് എന്ന് പറയുന്നത്. TUX പെയിൻറ്റ്, ടക്സ് പെയിൻറ്റ്. അനുയോജ്യമായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ ആശയാവതരണ ശേഷി ജനിപ്പിക്കുന്നതിന് ഈ ടക്സ് പെയിൻറ്റ് ഹെൽപ്പ് ചെയ്യും. പാഠഭാഗങ്ങളിലെ ചിത്രരചനയ്ക്ക് ഉതകുന്ന ഭാഗങ്ങൾ ടെക്സ്റ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ ഈ സോഫ്റ്റ്വെയറിൽ കൂടി സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് Gcombrix എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇത് 2 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർ ചേർന്ന് കളിക്കാവുന്ന കളികളുടെ ഒരു കൂട്ടമാണ് ഈ Gcombrix. ഓരോ വിദ്യാർത്ഥിനിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പഠനാനുഭവങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നൽകാൻ സാധിക്കും. 2 മുതൽ 10 വയസ്സ് വരെ, അതായത് നമുക്കറിയാം പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കാണ് Gcombrix എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആയിട്ടുള്ളത്. മൂന്നാമത്തേത് ജിയോജിബ്ര ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കാനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര എന്ന് പറയുന്നത്. ജിയോജിബ്ര നമുക്ക് ഊഹിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ജ്യാമിതീയ രൂപങ്ങൾ കളർ കൊടുക്കാനും അതിലൂടെ തന്നെ അവയ്ക്ക് എത്ര മൂലകളുണ്ട് അല്ലെങ്കിൽ അവയുടെ വശങ്ങൾ എത്രയാണ്, ഇതൊക്കെ നമുക്ക് അവർ ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്നത് അവർക്ക് മെമ്മറിയിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജിയോജിബ്ര എന്ന് പറയുന്നത് ആലോചിച്ചാൽ മതി, മാത്സുമായിട്ട് റിലേറ്റഡ് ആണ്. ജ്യാമിതീയ രൂപങ്ങൾ പഠിക്കാനും വരയ്ക്കാനും ഒക്കെയാണ് ജിയോജിബ്ര യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഫെറ്റ് എന്ന് പറയുന്നത് സയൻസ് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഇൻട്രാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഫെറ്റ് എന്ന് പറയുന്നത് സയൻസ് പഠനത്തിനാണ്, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലെ പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫെറ്റ്. നെക്സ്റ്റ് വൺ സ്റ്റെല്ലേറിയം. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രകാരമുള്ള GPL അനുമതി പത്രത്തോടെ തയ്യാറാക്കിയ ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ആണ്. ഇത് ആകാശത്തിലെ വിവിധ കാഴ്ചകളിലെ അനിമേഷനാണ് ഈ സോഫ്റ്റ്വെയർ വഴി ഒരുക്കിയിരിക്കുന്നത്. സ്റ്റെല്ലേറിയം എന്നാണ് ഇതിൻ്റെ പേര്. നെക്സ്റ്റ് വൺ ജോഗ്രഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായിക്കുന്നതാണ് ജോഗ്രഫി സോഫ്റ്റ്വെയർ. ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ഈ സോഫ്റ്റ്വെയർ നൽകുന്നു. ലോക ഭൂപടം, രാജ്യങ്ങളിലെ ഭൂപടം തുടങ്ങിയ എല്ലാം തന്നെ ഈ സോഫ്റ്റ്വെയറിൽ ലഭ്യമാണ്. മറ്റൊരു സോഫ്റ്റ്വെയറാണ് മാർബിൾ എന്ന് പറയുന്ന ഗ്ലോബും മാപ്പും ഉപയോഗിച്ച് നടത്തി വരുന്ന പരമ്പരാഗതമായ ഭൂമിശാസ്ത്ര പഠനമുണ്ടല്ലോ, അത് കുറച്ചുകൂടി രസകരവും ലളിതമാക്കാൻ സഹായിക്കുന്നതാണ് മാർബിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പർ പ്രൈമറി ഹൈസ്കൂൾ തലത്തിലൊക്കെയാണ് ഈ മാർബിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വരുന്നത്. നെക്സ്റ്റ് വൺ സൺക്ലോക്ക് എന്ന് പറയുന്നത് ലോക ഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സൺക്ലോക്ക് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് തൊട്ട്, അതായത് ഒരു 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് സൺക്ലോക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് വൺ കാൽസ്യം. മൂലകങ്ങളിലെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയാനും അത് താരതമ്യം ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന നിരവധി സോഫ്റ്റ്വെയറുകളിൽ ഒന്നാണ് കാൽസ്യം സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് വൺ ആണ് എഫ് ഗാലറി എന്ന സോഫ്റ്റ്വെയർ. അതൊരു ചിത്രങ്ങളും ആൽബങ്ങളും എന്നിവയൊക്കെ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എഫ് ഗാലറി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സ്ക്രാച്ച് ഇൻട്രാക്റ്റീവ് ഗെയിമുകൾ, കഥകൾ, അനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ടീച്ചർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു സ്വതന്ത്രവും സൗജന്യവുമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്
സ്ക്രാച്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇൻട്രാക്റ്റീവ് ഗെയിം, കഥ, അനിമേഷനുകൾ എന്നിവ നിർമ്മിക്കാൻ ടീച്ചർക്കാണ് കുട്ടികളെക്കാൾ ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ, അതുപോലെ ICT ഇതെല്ലാം തന്നെ നമ്മൾ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഇത്തരം സോഫ്റ്റ്വെയറുടെ പേരുകൾ നമുക്ക് ഇൻ്റർവ്യൂവിന് ചോദിച്ചു വരാം. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതിൻ്റെ പേരുകൾ, അത് ഏത് സബ്ജക്റ്റിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നന്ദി.